ഉമ്മൻചാണ്ടിയെ വെറുതെ ഒന്ന് തൊട്ടതേയുള്ളൂ. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. തന്റെ കുടുംബം ഉമ്മൻചാണ്ടി കുളം തോണ്ടിയെന്നും ജീവിതം തകർത്തുവെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവവികാസങ്ങൾ ഇന്നും ചർച്ചയാകുന്നുണ്ട്. ആളുകൾ സത്യം തിരിച്ചറിയുന്നുണ്ട്. അതിനു മുകളിൽ നുണ കൊണ്ട് ഗണേഷ് കുമാർ എത്ര വലിയ സൗധങ്ങൾ തീർത്താലും അത് തകർന്നടിയും. ഇവിടെ പഴയകാല ദൃശ്യങ്ങൾ ഒന്നൊന്നായി ഗണേഷ് കുമാറിന് നേരെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പണ്ട് മന്ത്രിസ്ഥാനം കളയിപ്പിച്ച അതേ സംഭവവികാസങ്ങളാണ് ഒരിക്കൽ കൂടി ഗണേഷ് കുമാറിനെ വീണ്ടും കുരുക്കിലാക്കുന്നത്. തന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തുന്നുവെന്ന് പറഞ്ഞ് മന്ത്രിവസതിയിൽ കയറി ഗണേഷിനെ തല്ലിയത് താനാണെന്ന് ബിജു രാധാകൃഷ്ണൻ തന്നെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അതോടെയാണ് ഗണേഷ് തന്റെ കൈ തല്ലിയൊടിച്ചെന്ന് പറഞ്ഞ് യാമിനി തങ്കച്ചി രംഗത്തെത്തിയത്. ഇതെല്ലാം ചേർന്ന് ആകെ ഭൂകമ്പം തീർത്ത അവസ്ഥയിലാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഇടപെട്ട് സമവായം കണ്ടെത്തിയത്. ജയിലറയ്ക്ക് തൊട്ടടുത്തെത്തിയ ഗണേഷിനെ അവിടെ നിന്ന് രക്ഷിച്ചു എന്ന തെറ്റ് മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നിട്ടും ഇന്ന് വിവാദങ്ങൾ ഉമ്മൻചാണ്ടിയിലേക്ക് ഗണേഷ് കുമാർ ചാരിവെക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് മാത്രമാണ്. എന്നാൽ ബൂമറാങ് പോലെ പഴയകാല വീഡിയോകൾ ഗണേഷ് കുമാറിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. സരിതയുടെ കത്ത് പുറത്തു വരികയും അന്നത്തെ മന്ത്രിമാർ കൂട്ടത്തോടെ വെട്ടിലാകുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഈ കത്ത് ബാലകൃഷ്ണ പിള്ളയ്ക്ക് കിട്ടി. സരിതയുടെ കത്തിന് പിന്നിൽ കെ.ബി. ഗണേഷ് കുമാർ MLA ആണെന്ന് സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനും പറഞ്ഞതോടെയാണ് ഇപ്പോഴത്തെ മന്ത്രി കുടുങ്ങിയത്. പിന്നീടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനിയും UDF-ൽ നിന്നാൽ കുരുങ്ങുമെന്ന് കണ്ട് ഗണേഷ് കുമാർ CPM സഹയാത്രികനായി മത്സരിച്ച് ജയിച്ചു. ഇടതുപക്ഷത്തിന്റെ തണലിൽ വളർന്നെങ്കിലും ഇടതുപക്ഷത്തെ വെട്ടിലാക്കുന്ന പ്രവർത്തനമാണ് ഗണേഷ് കുമാർ നടത്തുന്നത്. ഗണേഷ് കുമാറുമായുള്ള അടുപ്പം കാരണം സരിത സോളാർ കമ്മീഷനിൽ ഗണേഷിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല. ഇതോടെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച ഗണേഷിനെ വെട്ടിലാക്കിയത് ബിജു രാധാകൃഷ്ണനാണ്. സോളാർ വിവാദത്തിന്റെ സൂത്രധാരൻ കെ.ബി. ഗണേഷ് കുമാർ എന്ന് ബിജു രാധാകൃഷ്ണൻ തുറന്നു പറയുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കളുമായുള്ള ശാരീരിക ബന്ധം സരിത ചിത്രീകരിച്ചത് ഗണേഷിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഈ പരാമർശങ്ങളുള്ളത്. ടീം സോളാർ കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഗണേഷ് കുമാറാണ്. സരിത ഗണേഷ് കുമാറിന്റെ ബിനാമിയാണെന്നും ബിജു രാധാകൃഷ്ണൻ ആരോപിച്ചിരുന്നു. എന്നാൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരാതി ഫയലിൽ സ്വീകരിക്കാതെ തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതോടെ ഗണേഷ് കുമാർ വെട്ടിലാകുമായിരുന്നു. എന്നാൽ ഈ പരാതിയും അട്ടിമറിക്കപ്പെട്ടു. അതേസമയം ഗണേഷ് കുമാർ ഉണ്ടാക്കിയ പുതിയ വിവാദങ്ങൾ ഏറ്റെടുക്കില്ലെന്ന് CPM പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് സൈബറിടങ്ങളിൽ സരിതാ നായരുടെ പഴയകാല അഭിമുഖം തലപൊക്കിയത്. അന്ന് ഡോക്ടർ അരുൺകുമാർ നടത്തിയ അഭിമുഖത്തിൽ സരിതാ നായർ ഗണേഷ് കുമാർ എന്ന പേര് പറഞ്ഞിരുന്നില്ല. ജയിലിലായ സമയത്ത് എന്നെ അയാൾ സഹായിച്ചുവെന്നും മുടങ്ങാതെ വീട്ടിൽ പണം എത്തിയിരുന്നുവെന്നുമാണ് സരിതാ നായർ പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ പൊങ്ങി വന്നതോടെ നാണം കെട്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ. എന്തായാലും ഗണേഷ് അനുകൂലികളെ ഓർമ്മിപ്പിക്കാൻ മാത്രം ആ പഴയകാല വീഡിയോ കൂടി വാർത്തയ്ക്കൊപ്പം ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം. ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണനുള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ട്. മേ ബി. പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു.